സോ ടോവിനോ സിനിമകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് 2021 കാണേ കാണേ എന്നുള്ള മൂവി. മനു അശോകൻ ഡയറക്റ്റ് ചെയ്ത് ബോബി ആൻഡ് സഞ്ജയ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമ OTT റിലീസായിരുന്നു. ഒരു മസ്റ്റ് വാച്ചാണ്, റിപ്പീറ്റ് വാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഇൻറ്റൻസ് ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് സിനിമ ഒരു വല്ലാത്തൊരു ഹെവിനെസ് നമുക്ക് മനസ്സിൽ കണ്ടതിന് ശേഷം കൊണ്ടും തരുന്ന ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണിത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണോ സിനിമയുടെ റിവ്യൂ തരുന്നതെന്ന് ചോദിച്ചാൽ സിനിമയുടെ റിവ്യൂ ഒന്നുമല്ല. ഈ സിനിമയ്ക്കൊരു എല്ലാ കാലത്തും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സിനിമയ്ക്ക് ഒരു റിലവൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ബാക്ക് ബോൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആക്ടിങ്ങും ഇതിൻ്റെ സ്ക്രിപ്റ്റുമാണ്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സുരാജ് ചെയ്യുന്ന പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, പുള്ളി മകൾ മരിച്ചതിനൊരു ഇൻറ്റൻസ് പെയിനിലാണ്. ആ പുള്ളി അത് കാണിക്കുന്നുണ്ട് ബിഗിനിങ് തന്നെ. അതിനുശേഷം പുള്ളി മരുമകനെയും അവരുടെ കൊച്ചിനെയും കാണാൻ വേണ്ടി മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണും കൂടിയുള്ള വീട്ടിലോട്ട് പോകുന്നിടത്തു നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഒരു മക്കൾ മരിച്ചതിൽ നിന്ന് കംപ്ലീറ്റ് റിക്കവർ ആകാത്തൊരു ഫാദറിൻ്റെ ഇമോഷൻ, പിന്നെ അയാളുടെ വേദന, അയാളുടെ സങ്കടം, അതും അവരുടെ പുതിയ ഫാമിലി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിനും, തൻ്റെ മകളുടെ കുഞ്ഞ് അമ്മയെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സിനാരിയോ നേരിട്ട് കാണുമ്പോൾ മകളെ എത്രത്തോളം അയാൾ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വളരെ സറ്റിലായിട്ടുള്ള ഡയലോഗ് ഡെലിവറി കൂടെ, പക്ഷേ അന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ അവരെ കണ്ടതിന് ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോളിൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട്. തൻ്റെ മകൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് താൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. സോ ആ ഒരു മിസ്റ്ററി കൂടിയുള്ള ഒരു ജേണിയാണ് ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും കംപ്ലീറ്റ് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻസിലോട്ടും അവരുടെ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു ആ ഒരു രീതിക്കാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. സോ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡിൽ റൈറ്റ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് 3, അതായത് സുരാജ് ചെയ്യുന്ന പോള്, ടോബിനോ ചെയ്യുന്ന അലൻ എന്നുള്ള ക്യാരക്ടർ, ഐശ്വര്യലക്ഷ്മി ചെയ്യുന്ന സ്നേഹ എന്നുള്ള ക്യാരക്ടർ, 3 ക്യാരക്ടേഴ്സും ഒരു ഗ്രേ ഷെയ്ഡിൽ ആണ് സ്ക്രിപ്റ്റ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നത്. 3 രീതിയിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ സ്നേഹ ചെയ്യുന്ന, അതായത് ഐശ്വര്യലക്ഷ്മി ചെയ്യുന്ന ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും നമ്മുടെ ഒരു 80% ഓഫ് ഇന്ന് നമ്മൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെയൊക്കെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡയറക്റ്റ്ലി ആൾക്കാരെ ഹാം ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ നമ്മുടേതായ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ചൂസ് ചെയ്യാറുണ്ട്, സെൽഫിഷ് ആകാറുണ്ട്. അതിൽ ആ ഒരു സമയത്ത് നമ്മൾ ആരാണ് വേദനിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് വേദനിപ്പിക്കുന്നത്, നമ്മളുടെ ആക്ഷൻസ് ആരെയൊക്കെ ഹേർട്ട് ചെയ്യുന്നൊന്നും ചില സാഹചര്യങ്ങൾ നോക്കി നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു രീതി നോക്കുമ്പോൾ എനിക്ക് സ്നേഹ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഏറ്റവും ഒരു റിലവൻസ്, അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും റിലവൻസ് ഉള്ളതായിട്ട് തോന്നുന്നത്. ടോവിനോ ചെയ്തിരിക്കുന്ന അലൻ എന്നുള്ള ക്യാരക്ടർ ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അയാൾ ആദ്യം മുതൽ അവസാനം വരെ സിനിമയിൽ അയാൾ വല്ലാതെ നീറ് ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അയാൾ സിനിമ ത്രൂ ഔട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെയാണ് പോളിൻ്റെ ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് സംഭവിക്കുന്നത്. മകൾ മരിച്ച ഒരു അച്ഛൻ്റെ ഹൃദയവേദന, അതോടൊപ്പം മകൾ ത്രൂ ഔട്ട് മാരേജിൽ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ആളുടെ വേദന, അയാളുടെ റിവഞ്ച്, പിന്നെ അവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള അയാളുടെ വാശി, തൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളിലെല്ലാം ഇടയ്ക്ക് അയാൾ നടത്തുന്ന കുറച്ച് ഫൈറ്റ്, പിന്നീട് ഇതെല്ലാം മാറ്റിവെച്ച് അറ്റ് സം പോയിൻറ്റ് അറ്റ് എൻഡിലോട്ട് വരുമ്പോൾ പുള്ളി ഒരു തിരിച്ചറിവിലേക്ക് പുള്ളി എത്തുന്നുണ്ട്. അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ട റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റിവ്യൂസ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റ്സ് വായിക്കുമ്പോഴും കൂടുതൽ പേര് പറയുന്നത് ക്ലൈമാക്സ് സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. അതായത് ഒരു റിവഞ്ചിൻ്റെ ഫാക്ടർ സിനിമയിൽ വരാത്തതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. ഓൾദോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ലൈക്ക് അലനും സ്നേഹയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാൾ എല്ലാം മറന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടാകുന്നുമുണ്ട്. ആ സിനിമയിൽ അവസാന ഒരു അരമണിക്കൂറുകളിൽ ഉണ്ടാകുന്ന കുറേ ഇൻസിഡൻസ് നമ്മളെ ആ സിനിമയിൽ വിത്തൗട്ട് മച്ച് ഡയലോഗ് ഡെലിവറി എന്തുകൊണ്ടാണ് അയാൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നത്, എന്തുകൊണ്ടാണ് അവരെ വെറുതെ വിട്ട് അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് നടന്നു പോകുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞ് കുറേ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിവ്യൂസിലും പാട്ടുകളുടെയൊക്കെ കമൻസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ആൾക്കാർ എഴുതിയേക്കുന്നത് സിനിമയുടെ എൻ്റെ ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. റിവഞ്ചിൻ്റെ ഒരു ഫാക്ടർ വരാത്തതുകൊണ്ടാണ് ആൾക്കാർ അത് എഴുതിയേക്കുന്നത്. കാരണം അത്രയധികം അലൻ്റെ ഭാഗത്തുനിന്നും സ്നേഹയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു നെറുകേട്, അല്ലെങ്കിൽ ഷെറിൻ എന്നുള്ള ഒരു പെൺകുട്ടി അനുഭവിച്ച ഒരു നീതികേട് ആൾക്കാർ കാണുന്ന ഓഡിയൻസിന് അത് അത്രയധികം കണക്റ്റ് ആയതുകൊണ്ട്, അത്രയധികം ഹേർട്ട് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ കുറച്ചുകൂടി ഒരു റിവെഞ്ച്ഫുൾ എൻഡിങ് എക്സ്പെക്റ്റ് ചെയ്തത്. അതില്ലാതെ പോയതിൻ്റെ ഒരു നിരാശ സിനിമയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം തെറ്റ് മാനുഷികവും ക്ഷമ ദൈവികവുമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് പോളാണ് ശരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഒരു 80% ഓഫ് ആളുകൾ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരും നമ്മളെല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ കഥകളിലെ നായകനോ നായികയോ ആകുമ്പോൾ മറ്റാരുടെയെങ്കിലുമൊക്കെ കഥകളിലെ വില്ലനോ വില്ലത്തിയൊക്കെയാണ്. കാരണം നമ്മളൊക്കെ ഒരു ഗ്രേ ഷെയ്ഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ ശരിതെറ്റുകൾ വളരെയധികം സബ്ജക്റ്റീവാണ്. ചില ആളുകൾക്ക് ഉള്ള ശരി മറ്റു ചില ആളുകളുടെ തെറ്റ്